നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഭർത്താവിനല്ല ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റവും ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. മഞ്ജു പറഞ്ഞ മാതിരി തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ താങ്ക് യു സോ മച്ച്. നമ്മുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അതിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് പെർട്ടിനൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. സോ ഇനിയും ആൾക്കാർ ഈ നടന്ന സംഭവങ്ങൾ നമ്മുടെ സിനിമ കാണും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അഗൈൻ താങ്ക് യു സോ മച്ച് ടു ദ പ്രസ് ഫോർ കമ്മിങ് ഹിയർ. ഇറ്റ് മീൻസ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു ചേച്ചിയും ശ്രുതിയും പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൽ കുറച്ചും കൂടി ഫാമിലി അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചും കൂടി ഈ സിനിമ കുറച്ചധികം കാണണം, അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ആതിര എന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിനും ഇങ്ങനൊരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഈ ഒരു വേദി ഒരുക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ സിനിമയിൽ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ലിജോ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ത്രീകൾ മാത്രമല്ല കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണണം എന്നുള്ള ആ ഒരു ഇതാണ് നമുക്കുള്ളത്. കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്താനും നിങ്ങളുടെ സഹായത്തോടെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു. ബാക്കി നമുക്ക് സംസാരിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർഹ. ഞാൻ ഈ സിനിമയിൽ ഒരു സെയിൽസ് ഗേൾ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അശ്വത് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ സിനിമയിൽ വളരെ സെൻസിബിളും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. അപ്പം അതൊരു ഫാമിലി ഓഡിയൻസിനുപരി എല്ലാ പ്രേക്ഷകരിലേക്കും അത് എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. സോ താങ്ക് യു. ഹലോ, എൻ്റെ പേര് അഞ്ജു എബ്രഹാം. ഞാനിതിൽ CPO മായ എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഒരു ഘട്ടത്തിൽ കഥ എത്തുന്ന സമയത്ത് അവിടെയാണ് CPO മായ ഉള്ളത്. നിലപാടുകളുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്കിൽ കൈമാറുന്നു. ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഈസ് രേണു എ. ഞാനൊരു പ്രൊഡ്യൂസറാണ് ഈ സിനിമയുടെ. ഇത് വളരെയധികം സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക് ഉള്ള ഒരു സിനിമയാണ്. സ്ത്രീകൾ ഈ സിനിമ കാണണം, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ സിനിമ എത്തണം. ഇത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു, എന്നാലും കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതല്ല, ഇപ്പം ഇതിനകത്ത് നമ്മൾ സ്ഥിരം വരുന്നതായ സ്ത്രീപക്ഷ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇതിനകത്ത് കാണുമ്പോഴേക്കും ഒരു മെയിൽ ഷോവിൻസ് അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് ആണ് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് അത് തന്നെ എടുത്തു കാണിക്കാനാണോ ഈ സിനിമയുടെ ശ്രമിച്ചിരിക്കുന്നത്? ഐ തിങ്ക് സോ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഐ തിങ്ക് ഈ സിനിമ പറയണ ചില കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും, പക്ഷെ മറുവശം നോക്കുമ്പോഴേക്കും എല്ലാ നല്ലതിനും ഒരു മോശം എന്ന് പറയുന്ന പോലെ മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ എങ്ങനെ ആയി പോകുന്നുണ്ട്, എങ്ങനെയാണ് കൂടുതൽ ഫാമിലീസിൽ നടക്കുന്നത്, അങ്ങനെ ഒരു ചർച്ച കൂടെ ഉണ്ടായിരുന്നു. അതും അങ്ങനെ ഒരു വേണ്ടതൊരു മെസ്സേജ് കൂടി എന്താ പറ്റിയെന്ന് എനിക്കറിയാം. സോറി, ആ ഫ്ലോ കാണുന്നില്ല. പറയൂ. അതായത് ഇപ്പം എല്ലാ നല്ല വശങ്ങൾക്കും ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പുരുഷന്മാരെല്ലാം ഒരു കൂട്ടം ഇങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനെ കാര്യങ്ങളാണ് നടന്നു വരുന്നത് എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിന് പോകുന്നില്ല. അങ്ങനെ ചർച്ച വന്നായിരുന്നു.
ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിലൊരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മെയിൽ ഷോണിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അജിത്തേട്ടനെ ഒറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിലൊരു സീൻ കാണിക്കുന്നുണ്ട്. അതേ സമയം തന്നെ ശ്രുതി ചേച്ചി ബിച്ചേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു, ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകള് പൊത്തിനെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിൽ ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ഫാമിലി ഒരു ഐഡിയൽ ഫാമിലി ആണെന്നത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. പക്ഷെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയാണെങ്കിൽ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കാണുമ്പോഴത്തേക്കും പുള്ളി എല്ലാവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ആണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയൽ. അങ്ങനെയല്ല പറയുന്നത്. അതേസമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇപ്പം അതിൽ രണ്ട് ഫാമിലിയിൽ ഓരോ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കരയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയില്. അതാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഫാമിലി ഉണ്ട്. നമ്മളൊരു സിനിമയില് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി, അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു 150ഓളം വുമൻസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഡെയിലി ബേസിസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് 1-on-1 ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട്. റീസൺ അവർ പല സമയത്തും വറീഡ് ആയിട്ടിരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഞാൻ 3 കാറ്റഗറി വുമൻസിനെയാണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ്, നല്ല റിലേഷൻഷിപ്പ് ഉള്ളവർ. ദാറ്റ് മീൻസ് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുന്നു, കുക്ക് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനത്തെ. സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ്. ചിലർ ഡിവോഴ്സിലൂടെ പോകുന്നു, കഴിഞ്ഞവര്, അങ്ങനെയുള്ളവര്. മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി കാരണം അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ എൻ്റെ ക്യാബിനിൽ വന്നിരുന്ന് 1-on-1 ഡിസ്കഷൻസ് നടത്താറുണ്ട്. സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ 1-on-1 ഡിസ്കഷൻ 2 ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആസ് എ വുമൺ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ 150ഓളം വുമൺസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. യെസ്. ഈ സിനിമയുടെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. അതായത് 2 ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ വെളി വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞ മേജർ സീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന എലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ഒരു ഫാമിലി റിലേഷനിലായാലും ശരി, ഒരു മാരേജിലായാലും ശരി, പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുക, പരസ്പരം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം സിനിമയുടെ എലമെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം വൈഫിന്റെ വീഡിയോസും ഫോട്ടോസും റിലീസ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ട് വൈഫ് ആത്മഹത്യ ചെയ്തു.
അപ്പോൾ അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോലും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മളെ സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലത്, ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റവും ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുള്ള് അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. നോർമലി ശരിക്കും കഥാപാത്രത്തെ ട്രിഗർ ചെയ്തത് ഒരു രണ്ടുപേരുടെ ടോക്ക് ആയിരിക്കും. ഒരു ആൺസുഹൃത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് അത് ട്രിഗർ ചെയ്തെന്ന് വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺസുഹൃത്തിനോട് ഇങ്ങനത്തെ ടോക്കുകൾ പാടില്ല, അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്ത് ഉണ്ടാവാൻ പാടില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രിഗർ ചെയ്തു, അത്രയേ ഉള്ളൂ. സത്യത്തിൽ സൊസൈറ്റിയിൽ അങ്ങനെയുണ്ടോ? സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അങ്ങനെ നേരിടുന്ന ആണോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഐ മീൻ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആണ്. മെയിൽ ഫ്രണ്ട്സും ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഐ തിങ്ക് കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്, സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചുമയുടെ അഭിപ്രായത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ ആ മട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ? പുരുഷന്റെ അനുവാദത്തോടു കൂടി, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരു മെയിൽ ഫ്രണ്ട് പറ്റും എന്ന് പറഞ്ഞ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? കേരളം ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ? അതായത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഒരു മെയിൽ ഫ്രണ്ട് അനുവാദം വേണ്ടി വരുന്നു എന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? അങ്ങനെയും ഉണ്ട്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുണ്ട്. പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇപ്പം സ്ത്രീക്ക് എതിരെ ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് ഈവൻ സ്വയമേ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അത്തരത്തിൽ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചേഞ്ചാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മളുടെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയില് നിയമങ്ങൾ വരെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ
ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കൂടും പിടിച്ചു മാറ്റും. പക്ഷെ ഒരു പുരുഷനാണ് തല്ലുകൊള്ളുന്നതെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ആളുകളും അതെന്താണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ അടികൊള്ളുന്നത്, ഇതൊക്കെ തിരക്കിയിട്ടായിരിക്കും പിടിച്ചു മാറ്റുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു സിനിമ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? ഒരു സ്ത്രീയെ തല്ലിയ ഉടനെ വന്ന് പിടിച്ചു മാറ്റുമെന്ന് ഷുവറാണോ? ഞാൻ ഇന്ത്യ ഒട്ടാകെ പറഞ്ഞില്ല, കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന സാധാരണ ആളുകൾ എന്തായാലും പിടിച്ചു മാറ്റും. നമ്മുടെ സിനിമയിൽ അജിത്തേട്ടൻ വൈഫിനെ ഉപദ്രവിച്ചപ്പോ ആരാ പിടിച്ചു മാറ്റാൻ ചെന്നത്? സിനിമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, പൊതുവെ ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ല, അങ്ങനെ അല്ലേ? നിങ്ങളുടെ അഭിപ്രായമാണ്, എല്ലാവർക്കും അഭിപ്രായമാണോ? സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ അല്ലേ? അതെല്ലാവർക്കും ആ അഭിപ്രായം ആണോന്നില്ല. ഓക്കെ, എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും, ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത്. അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് അടി നടക്കുന്നതെങ്കിൽ അത് അവർ തമ്മിലുള്ള കാര്യമാണ്, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ നമുക്കിടയ്ക്കുണ്ട്. ഇല്ല, കേസ് വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഒരു എന്തെങ്കിലും അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ആ വിക്ടിമിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും വെളി വരത്തില്ല. പക്ഷെ ഈ നടന്ന സംഭവത്തില് നമ്മളൊരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് വീടിന്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവത്തില് ഇപ്പൊ അഞ്ചു പറഞ്ഞ മാറ്റിയാലും വീട്ടിന്റെ അകത്ത് നടക്കുമ്പോ അത് അവര് തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കുറെ മോർ ഓഫൻ ദാൻ നോട്ട് സൊസൈറ്റിയിൽ നിന്നുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ലല്ലോ. ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്, അബ്യൂസീവ് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആഫ്റ്റർ ദേ ലിവ് ഇൻ ദോസ് മാരേജസ്. എന്നിട്ട് അവരുടെ ഫാമിലിക്കും അറിയാം അവർ ഇങ്ങനത്തെ ഒരു ഇതിലാണല്ലോ, ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് അറിയാം അവർ റിലേഷൻഷിപ്പിലാണ്. എന്നിട്ടും അവർ പറയാം ഈ സൊസൈറ്റി എന്ന് പറയും വേണ്ട നമുക്ക് പറയാം അങ്ങനെ പറയണ്ട. അപ്പൊ ഇങ്ങനത്തെ ഈ സ്റ്റോറിയുടെ കുറെ സൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കുറെ സൈഡ്സ് കണ്ടിട്ടുണ്ട്. സോ ദെൻ ഐ ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അത്രയും ഒരു വിഷൻ എനിക്കില്ല. പക്ഷെ ഐ ഹോപ്പ് ഇത് കുറെ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി, ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഹുഎവേഴ്സ് ലിവിങ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവരുടെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് മാറിയാൽ ഈ സിനിമ സക്സസ് ആണെന്ന് ഞാൻ പറയും. ലിജോ ചെയ്ത ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരിക്ക് മകളുണ്ട്, വർഷങ്ങളായിട്ട് അജിത്തേട്ടന്റെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരിക്ക് ഇത് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാവാതിരിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരുടെ സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ തന്നെ നിൽക്കുന്നത്. ധന്യ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്ന അതുകൊണ്ടായിരിക്കും. അപ്പം ധന്യ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്ന ഇപ്പൊ മുന്നി എന്ന് പറയുന്ന ക്യാരക്ടർ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ധന്യ ചേച്ചിക്ക് ആ ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു മൂവ്, പുള്ളിക്കാരിയുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒരു മൂവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ണി എന്ന് പറയുന്ന ബിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പം ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ മൂവിക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ അല്ല വന്നത്, ആ ഒരു സപ്പോർട്ട് കിട്ടിയത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ സിനിമ കണ്ടിട്ട് രണ്ട് രീതിയിൽ മാറാനുള്ള ചാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ജസ്റ്റ് ഓക്കെ ലൈക്കിനോ ഡെയിലി ബേസിസ് വളരെ ബിസി സ്കെഡ്യൂളിൽ പോകുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനും അടുത്തിടപഴകാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതെനിക്കൊന്ന് ഫീൽ ചെയ്തു. ലൈക്ക് അറിഞ്ഞുകൊണ്ടല്ല അവരുടെ റിലേഷൻഷിപ്പ് മോശമായിക്കൊണ്ടിരിക്കുന്നത്, സ്കെഡ്യൂൾ കാരണമാണ്. മോർണിംഗ് ടു ഈവനിങ് ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു,
പിന്നെയും വീട്ടിലെ വർക്കുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അവർ തമ്മിൽ ജീവിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെയുള്ള വുമൻസ് അവരൊന്നും കൂടി അവരുടെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2, അബ്യൂസ് ചെയ്യപ്പെടുന്ന ലേഡീസ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കമൗട്ട് ചെയ്യണം, എങ്ങനെയാണോ ധന്യ കമൗട്ട് ചെയ്തത്, എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാറ്റഗറി ഏറ്റവും നല്ല ഫാമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് അവരുടെ എന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് പേഴ്സണലി. വേണമെങ്കിൽ അവിടെ കേസ് കൊടുക്കാനോ ഹസ്ബൻഡിനെതിരെ കേസ് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാമായിരുന്നല്ലോ. അത് അത്രയും സിനിമയിലോട്ട് പോയിട്ടില്ല. ഡെഫിനറ്റ്ലി കൊടുക്കാം. അത് ആ പെർട്ടിക്കുലർ പേഴ്സന്റെ ഇഷ്ടമാണ്. അവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാം, അല്ലെ സമാധാനമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാം. അത് ആ വുമന്റെ ഇഷ്ടമാണ്. അത് നമ്മൾ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. അത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഈ സമൂഹത്തിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയില്ല. കാരണം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത്, എന്തിനാണ്? അല്ലെങ്കിൽ അവരിനി ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ടേ? അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഭയക്കുന്നത്? ഒന്ന്, ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി. 2, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓൾസോ തിങ്ക് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മള് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് പോവാത്തത്? ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്. അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ബിക്കോസ് സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ പോയിട്ട് പിന്നെ ആ വോട്ടർ എന്നുള്ള കാര്യമാണ്, സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണം, സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി ഇപ്പോഴും വേണം. ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ്. അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്ന അനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ ഒന്ന് പറഞ്ഞ രണ്ടിനും ഡിവോഴ്സ് പോവുക. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോ ആ ഒരു റിലേഷൻഷിപ്പില് എന്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാരീഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ എസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ
അത് നമ്മൾ 100% നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ and if you can't live together, you can't live together. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 happy parents than 2 unhappy എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് is watching 2 very happy people. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വേണ്ടി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പുള്ളിക്കാരൻ പോസിറ്റീവ് ഷെയ്ഡൊന്നും മാത്രമേ കാണിക്കുള്ളൂ, നെഗറ്റീവ് ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ടപ്പോൾ ഒരു നോർമൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഒരു റിലേഷൻ ഉള്ളപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം ഒരു കേട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു സുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ജെലസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുള്ളൂ. താങ്കളുടെ കഥാപാത്രം മുന്നോട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവരുമായിട്ട് കമ്പനി ആവാത്ത, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനി ആവുന്നത് എന്നൊരു പറയുന്നത്. ശരിക്കും പറയാ നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിന്റെ ഭാഗത്ത് ഒരു ഇതില്ലേ, കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി എതിർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ? ചിന്തിച്ചോളൂ. അല്ല ഞാൻ കോൺക്രീറ്റ് അല്ല പറയുന്നത്, അത് കറക്റ്റ് ആണ്. അത് അജിത് ലൈക് സുരാജേട്ടൻ പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജേട്ടൻ അജിത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സുരാജേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാള് വന്ന് കയറുമ്പോ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. അജിത് വാസ് ഇൻ എ ഹാപ്പി മാരിഡ് ലൈഫ്, ധന്യക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അജിത്തിന്റെ വ്യൂ പോയിന്റില് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോ കൊളായി. പക്ഷെ കൊളായോ എന്ന് ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവില് കൊളായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അജിത്തിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി മാരീഡ് ലൈഫാണ്. വാട്ട് അബൌട്ട് ധന്യ? അപ്പൊ ധന്യയുടെ അടുക്കൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ണി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്തൂടെ? അതെ, അപ്പൊ ധന്യ അടിച്ചു കൊടുക്കട്ടെ. ഇല്ല, അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതിനകത്ത് സിനിമ കണ്ടില്ലേ, അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ. എന്നും കരയുകയും വളരെ സങ്കടപ്പെട്ട് ജീവിക്കുകയും അൺഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈഫാണ് ധന്യാന്ന് എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ? ഇതേ വീട്ടിനകത്ത് തന്നെ റൂഫ് ടോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമടി പാർട്ടിയുണ്ട്. അതിനകത്ത് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ട്രെയിലറിൽ പറയുന്നുണ്ട്, ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പചാക്ക് തലയിൽ വെച്ച് തൃശ്ശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് കേട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ. മോൾക്ക് വേണ്ടിയിട്ടാണത്. അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചു പിടിച്ച് നടക്കുമ്പോൾ ധന്യയുടെ ക്യാരക്ടർ കരയുകയാണ്, വിഷമിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും? ഭർത്താവിനല്ല, ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇപ്പം അതാണ് പറയാൻ വരുന്നത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ, ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ പേരൻസിന് അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. പറഞ്ഞ പോലെ അതൊരു കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ്.
പക്ഷേ ഇപ്പം പഠിപ്പുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം, സ്ത്രീയോട് ആദ്യം പറയാം സഹിക്ക്, അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതും വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു മെച്ചൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പാരന്റിങ് അവസാനം കുട്ടീനെ കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ധന്യനുള്ള ക്യാരക്ടർ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഞാൻ ഒരു ചോദ്യം, അതായത് നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു സംശയം സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ. പക്ഷേ ഈ സിനിമ എൻ്റെ കുട്ടിയുടെ ഒപ്പം ഞാൻ പോയിട്ട് കാണുമ്പോൾ, 5-6 വയസ്സുള്ള എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ ഇന്ന് കാണുമ്പോൾ അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്നുണ്ട്. ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ ക്രീം ലെയറിൽ എടുക്കുന്ന ഇതിലാണ്. അത് നമ്മൾ ആ സിനിമയിൽ കാണുകയാണ്. അതിനെ നോർമലൈസ് ചെയ്യല്ലേ. ഈ കുട്ടി വിചാരിക്കുക, എൻ്റെ മകൻ വിചാരിക്കുക ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുകയും അവൻ അതിനെ നോർമലൈസായി കാണുകയും ചെയ്യുന്ന ഒരു ആ മട്ടിലൊരു സ്ത്രീവിരുദ്ധ സിനിമയല്ലേ. ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. സൗണ്ടുകൾ കൊണ്ടും ഈ പാട്ടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും നോർമലൈസ്ഡ് ആവത്തില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചക്കിക്കും അത്രയും വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇങ്ങനെ അല്ല, അത് പറയുക, അതാണ് ചോദ്യം. ഇതിനെ ഗ്ലോറിഫൈ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇതുണ്ട് എന്ന് ഒരു സൂചന. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു -5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുമ്പോൾ ഒരു ക്രീം ലെയർ സൊസൈറ്റിയാണ് അവിടെ. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാണ്. എങ്ങനെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പം അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതാ ശ്രുതിയും ബീച്ചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരന്റ്സ് മീറ്റിംഗിന് അവർ ഒരുമിച്ച് വരുന്നു. അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നത് പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the sad truth is that ആ 5 ഫ്രണ്ട്സിൽ 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എൻ്റെ ഇതേ ഏജ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്. അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയം എടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും തെറപ്പിസ്റ്റ്സ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള അങ്ങനെ കുറെ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം ആ ഒരു മാരേജിന് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് ആ ഒരു മാരേജ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? സോ അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്നവർക്കെതിരെ കേസുകൾ
അപ്പോഴും നടക്കുന്ന സൊസൈറ്റിയിൽ വേറൊരു ഭാഗത്തുമുണ്ട് പുരുഷന്മാർ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് അവരെ ഒരു സ്ത്രീ പറയുമ്പോൾ കേൾക്കുന്ന ലോയും അല്ലെങ്കിൽ നാട്ടുകാരിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ പറയുമ്പോൾ അവരിത് ചുമ്മാ പറയുന്നതായിരിക്കും അവരുടെ കേസ് ഒരുപാട് പേര് അങ്ങനെ കേസ് ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസിൽ അവിടുത്തെ സിംഗിൾ സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഫീൽ ലൈക്ക് ഇത് എന്താണെന്നറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ വി ഹാവ് ഫൗണ്ട് ദ വോയിസ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പക്ഷെ യു ആർ വെരി റൈറ്റ്. ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഈസ് വയലൻസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ്, ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഹാസ് ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണു. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് ഇത്, പിന്നെ ചില കമന്റ്സിൽ കാണുന്നത് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ഈ സിനിമ കാണിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ. ഞാൻ അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില ഇതില് നമ്മളോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട് ശരിയൊക്കെ, പക്ഷെ ഞാൻ എന്റെ ഭാര്യയെ കാണിക്കില്ല കേട്ടോ എന്ന് നമ്മുടെ തന്നെ ഒന്നൊരു സുഹൃത്തുക്കള് സംസാരം വലിയ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്? നമ്മളുടെ ഈ വിഷയം സംസാരിക്കുന്നതും ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചേച്ചി, അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു കോമെന്റ് ഓൺ ഇറ്റ്. കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് വെരി സർപ്രൈസിങ് ടു മീ. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഫീൽ ലൈക്ക് അതിനെ ഫ്യൂവൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകൾക്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ പോയി കാണാം. നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ആയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇല്ലാന്ന് പറയാം. എൻ്റെ ഇതിൽ പറയാം, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരാൾക്ക് ഒരു അടിപിടി കേസായിരുന്നു. അപ്പോൾ ആ കേസ് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ ഈ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നും എന്നിട്ട് ഒരു കൗണ്ടർ കേസ് കൊടുത്തു. അപ്പോൾ ഈ കേസ് പിൻവലിക്കേണ്ടി വന്നു. അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അയ്യോ, അത് ശരിയാണ്. അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ, വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞ ഉടനെ തന്നെയാണ് മറ്റേ ആൾ എഫ്ഐആർ ഫയൽ ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷേ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പൊരു പട്ടാളക്കാരൻ്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും. വലിയ രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുള്ള ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ, ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പൊ യെസ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പുരുഷന്റെ കേസ് തെളിഞ്ഞ ഐഡി കിട്ടോട്ടെ, പ്രശ്നമില്ല.
ഒരു കേസ് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലാകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ID കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ID, അവന്റെ വീട്ടുകാരുടെ ID എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ അവൻ ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ വ്യക്തിയുടെ ID പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ? ഒരു ഇന്ററാക്ഷനുള്ള മട്ടിൽ ഞാൻ ഇടപെട്ട് പറയാം. സത്യത്തിൽ എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നൊന്നുമില്ല. അതിൽ ഇതിന് ശക്തമായ വിധി വേണ്ടേ? ഈ അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും വേണ്ടേ? അല്ല, പ്രധാനപ്പെട്ട കേസുകളാണ്. അത് സൊസൈറ്റിയിലെ ആ ഒരു പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. പിന്നെ അല്ല, അപ്പൊ ആ കേസ് കൊടുത്ത സ്ത്രീക്കൊന്നുമില്ലേ? സ്ത്രീക്ക് എതിരായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ ആ പുള്ളി ചിലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്. നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ്. സിനിമ ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അതേ നേരത്തെ ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഒരു സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതും അവരുടെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് തന്നെയല്ലേ? ഒരു തീർച്ചയായിട്ടും അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്. അതായത് ഈ സിനിമ ഒരു പ്രമേയപരമായിട്ട് മലയാള സിനിമയിലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയത്തെ ഇത്ര ഗംഭീരമായിട്ട്, മീൻസ് ഒരു വയറിസ്റ്റിനെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട രീതിയിൽ നല്ല ഹ്യൂമറസ് ആയിട്ടും എൻ്റർടൈനർ മട്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണേണ്ടതാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്നൊരു 4-5 സെന്റൻസിൽ പറയാൻ പറ്റും? ഇത് സ്ത്രീകളുടെ സ്വകാര്യതയെ കുറിച്ചുള്ള സിനിമയാണോ, അല്ലെങ്കിൽ ഇതൊരു എന്റർടൈനർ ആണോ? എന്താണ് ആക്ച്വലി? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കണം, അതായത് ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അല്ലെങ്കിൽ ആസ് എ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മെച്ചൂർ ആണോ കേരളത്തിലെ സൊസൈറ്റി? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. അതിന്റെയാണല്ലോ നമ്മൾ ഇത്രയും ഫാമിലി ഓഡിയൻസ് നമുക്കുള്ള സപ്പോർട്ട് നമുക്ക് ഇത്രയും നാൾ കിട്ടി. ഇപ്പം ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിലും ഇപ്പൊ തിയേറ്ററിൽ വിസിറ്റ് ആണെങ്കിൽ സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാരെല്ലാവരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. അവർ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ആൾക്കാർക്ക് അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ട്, ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്റർ വിസിറ്റുകാരൊക്കെ പറഞ്ഞു, ഇപ്പോൾ അവിടെയൊന്നും പല സ്ഥലങ്ങളിലും ചില താരങ്ങൾ സഹകരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവൺ ഈ പ്രസ് മീറ്റിലാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചില താരങ്ങൾ മാറി നിൽക്കുന്നു? പല പരിപാടിയിലും മീഡിയാസ് പോയ സമയത്ത് പ്രധാനപ്പെട്ട പല താരങ്ങളും ഉണ്ടായിട്ടില്ല. താരങ്ങൾ മാറി നിന്നിട്ടില്ല. ഇന്നത്തെ നമ്മളുടെ വുമൻസ് ആയിരുന്നു. സോ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് മീഡിയാസ് വണ്ടിയാക്കി പോയിട്ട് തൃശ്ശൂർ എത്തുമ്പോഴേക്കും അവിടുത്തെ തിയേറ്റേഴ്സിലും ഇതേപോലെ താരങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല.
സുരാജ് ഉണ്ടായിരുന്നു അവിടെ, ജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു, സുരാജ് ഉണ്ടായിരുന്നു, സുധി ഗോപി ഉണ്ടായിരുന്നു, എല്ലാവരും അവിടെ പോയി. നമ്മൾ പോയ സമയത്ത് കണ്ടില്ല. നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട താരങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. അതെ, അദ്ദേഹം ചോദിച്ചതാണ് ബിജുവിന് എന്തുകൊണ്ട് വന്നില്ല എന്ന്. എല്ലാവർക്കും അച്ചടക്കമായ പല പല തിരക്കുകളുണ്ടാവാം ഇല്ലേ? ഷൂട്ടിംഗ് കഴിഞ്ഞാണല്ലോ. അതെ, അല്ല, ബിജുചേട്ടൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം. ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ തിയേറ്റർ വിസിറ്റ്സിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു, അത്രേ ഉള്ളൂ. ബിജുവിനെ സംബന്ധിച്ച് ഒരു ഇമേജ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നി. പറയുന്നില്ല, കാണിക്കുന്നില്ല, പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഇതിനകത്ത് ആ നടന്ന സംഭവത്തിന്റെ ഒരു കാരണക്കാരൻ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി അദ്ദേഹത്തോട് പറയുമ്പോൾ ബിജുവിന് എങ്ങനെ ഇത് സമ്മതിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു? അതുപോലെ തന്നെ സുരാജേട്ടനാണേലും ഒരു വലിയ പോലെയാണല്ലോ ഇതില്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിജുവേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഇതൊരു ടഫസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻ ആണ്. ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ബിജുവേട്ടനോട് അനൂപാണ് സ്റ്റോറി പറയാം, സ്ക്രിപ്റ്റ് പറയാം. ആദ്യം സ്ക്രിപ്റ്റ് ഞങ്ങൾ കേട്ടു, സംസാരിച്ചു. അപ്പം ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആസ് എ വുമൺ എന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് നല്ല തമാശകളും അതുപോലെ തന്നെ ഒരു നല്ല സോഷ്യൽ മെസ്സേജും ഫീൽ ചെയ്തു. സോ അതിനുശേഷം അനൂപ് ബിജുവേട്ടനോട് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോയി. ബിജുവേട്ടൻ അത് ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഇമ്മീഡിയറ്റ് അവിടെ നിന്ന് ഡിസ്കഷൻ കഴിഞ്ഞ് പോന്ന് പകുതി എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അതിനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല, അതിന്റെ ഈ സോഷ്യൽ കോണ്ടന്റ് തന്നെ ആയിരിക്കാം. പിന്നെ സുരാജേട്ടനോട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു, അദ്ദേഹവും അതിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. മൈറ്റ് ഒരു സോഷ്യൽ റെലവന്റ് ടോപ്പിക് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ 2 കൈയ്യടി തന്നെ കൊടുക്കണം, എൻ്റെ വക സ്പെഷ്യൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഒരു സക്സസ് സെലിബ്രേഷൻ പോലെ ഒരു ചെറിയ കേക്ക് കട്ടിങ് കൂടെ ഉണ്ട്, നിങ്ങൾ അതിന്റെ ഭാഗമാണ്. ഈ സൈഡിൽ കാണാൻ പറ്റില്ലടാ. അപ്പൊ ഇവിടെ വന്നതിനും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷനും എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ഓൾ. താങ്ക് യു.